രാധാ, രാധാ. മനു. ഹലോ രാധ, അച്ഛൻ ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ പിന്നീട് വിളിക്കാൻ വരാം. ഇരിക്കൂ. അറിയാതെ വന്നതിൽ അത്ഭുതപ്പെട്ടിരിക്കുമല്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നത്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. രാധ, ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. റേഡിയോയിൽ കേട്ടു. കേട്ടോ? അപ്പൊ പകുതി കാര്യം കഴിഞ്ഞു. ഇനി പകുതി കാര്യം രാധയാ തീരുമാനിക്കേണ്ടത്. ഞാനോ? അല്ലാതെ പിന്നെ ആരാ? അതിനുശേഷമേ ഞാൻ രാധയുടെ അച്ഛനുമായി സംസാരിക്കുകയുള്ളൂ. രാധ, ഐ ലവ് യു. ഇന്നും ഇന്നലെയോ അല്ല ഞാൻ രാധയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇനി അത് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടിയുള്ളൂ. പ്ലീസ് ഇത് വാങ്ങിക്കൂ. എന്തിനാ രാധ ലജ്ജിക്കുന്നത്? ഇത് വാങ്ങിക്കൂ. എന്താ രാധ ഇത് വാങ്ങിക്കാത്തത്? രാധേ, രാധയ്ക്ക് എന്നോട് അല്പം പോലും പ്രേമം തോന്നിയിട്ടില്ലേ? പ്ലീസ് രാധേ, പ്ലീസ്. ഇല്ലെന്ന് മാത്രം പറയരുതേ. ഇല്ല മനു. മനു, കളങ്കമില്ലാത്ത നിങ്ങളുടെ പെരുമാറ്റം കാണാനാണ് ഞാൻ ഇത്ര അടുത്ത് പെരുമാറിയത്. ഒരനിയത്തെ എങ്ങനെ സ്നേഹിക്കുമോ അതുപോലെയാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. രാധേ, എനിക്കൊരു അനുജത്തിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ സ്നേഹം ഞാൻ മറ്റൊരു വിധത്തിൽ കരുതില്ലായിരുന്നു. രാധയ്ക്കെന്നോട് ശകലം പോലും പ്രേമം തോന്നിയിട്ടില്ലേ? ഇല്ല. എനിക്ക് സൗന്ദര്യമില്ല, പേഴ്സണാലിറ്റി ഇല്ല, അതുകൊണ്ടായിരിക്കുമല്ലേ? അതുകൊണ്ടൊന്നുമല്ല മനോഹർ. മനോഹർ പേര് നല്ല പേരാണ്. പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് ശരിയല്ല രാധേ. കണ്ണുണ്ട്. വിത്ത് യുവർ പെർമിഷൻ ഞാനിത് മുറിയുടെ ഏതെങ്കിലും മൂലയിൽ വെച്ചോട്ടെ? വളരെ സന്തോഷത്തോടാണ് ഞാനിത് കൊണ്ടുവന്നു. ഇതും കൈ പിടിച്ചുകൊണ്ട് വെളിയിൽ പോകുന്ന ആരെങ്കിലും കാണണ്ടെന്ന് കരുതിയാണ്. എന്താ? ഈ കുപ്പത്തൊട്ടി എനിക്കിപ്പോ വളരെ വിലയേറിയ വസ്തുവാണ്. ഈ പൂക്കൾ സാധാരണ പൂക്കളല്ല, എന്റെ ഹൃദയമാണ്. ഞാൻ പോയതിനു ശേഷം അറിഞ്ഞോ അറിയാതെയോ അതെടുത്തതിൽ ഇടരുതെന്ന് കരുതിയാണ്. ഇത്തരം വാക്കുകൾ പറഞ്ഞെന്നെ വേദനിപ്പിക്കല്ലേ മനു. ഞാൻ നിന്നെ വേദനിപ്പിക്കൂ? അതൊരിക്കലും ആവില്ല. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതിന് നീ എന്ത് ചെയ്യാൻ? ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാവാൻ എന്റെ പെരുമാറ്റമാണ് കാരണം. എന്നെ മറക്കണം. It's all right. Love is a game of chance. I lost it in the finals. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത്? ഇത് മനുവിന് ദുഃഖമാകുമോ എന്നറിയില്ല. ഇന്നും എനിക്ക് ദുഃഖമാണ്. ധൈര്യമായി പറഞ്ഞോളൂ. എന്റെ വിവാഹം നിശ്ചയിച്ചു. ഗുഡ് ന്യൂസ്. ആരാണ് വരൻ? നിങ്ങളുടെ സ്നേഹിതൻ രമേഷ്. രമേഷ്? അവൻ എപ്പോഴും ഭാഗ്യവാനാണ്. അന്ന് രാധ പറഞ്ഞില്ലേ, ടു ബി ഫ്രാങ്ക് വിത്ത് യു ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. അതിന്റെ അർത്ഥം പോലും മനസ്സിലാത്ത ഞാൻ ഇന്ന് വാചകങ്ങളുടെ മേലെ വാചകങ്ങൾ. There's a tide in the affairs of men which taken up the flood lead on to fortune and to fame. ഇതെല്ലാം പറയുന്ന എന്റെ ഇന്നത്തെ അന്തസ്സ് കാണിക്കാനല്ല. ഒന്നുമില്ലാതിരുന്ന ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയതിന്റെ കാരണം എന്റെ കൂട്ടുകാരൻ രമേശനാണ്. എനിക്ക് അവനെ കാണണം. രാധ എന്തിനാ കരയുന്ന?
നോക്കൂ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അയ്യോ, ഇപ്പോഴല്ല, ഒരു 50 വർഷം കഴിഞ്ഞ്. എപ്പോഴും ചിരിക്കണം. കരയുന്ന എനിക്കിഷ്ടമല്ല. ബൈ ബൈ. രമേശ്, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ദ വിന്നർ. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ രാധയെ കണ്ടു. കണ്ടോ? ക്ഷമിക്കണമെന്ന്, ഇത്രയും നാളും ഞാൻ നിന്നെ കബളിപ്പിക്കുകയായിരുന്നു. നമ്മൾ തമ്മിൽ ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കബളിപ്പിച്ചതിന്റെ കാര്യമാണെങ്കിൽ എന്നെ കബളിപ്പിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ ഒരു വാശിയുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടാകട്ടെന്ന് കരുതിയാണ് രാധ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള വിവരം മനഃപൂർവ്വം നിന്നിൽ നിന്ന് ഞാൻ വിളിച്ചു വെച്ചത്. അത് നന്നായി രമേശ്. അന്ന് ഞാൻ ഈ വിവരം അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കുമായിരുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനു, നീ എന്നോട് ക്ഷമിക്കും. സത്യത്തിൽ ഞാനാ ക്ഷമ ചോദിക്കേണ്ടത്. നിന്നെയാ രാധ സ്നേഹിക്കുന്നത് എന്നറിയാതെ ഞാൻ എന്തൊക്കെ പറഞ്ഞു. അതെല്ലാം നീ ക്ഷമിച്ചില്ലേ രമേശ്? നല്ല ചർച്ച. ചേരേണ്ടവന്നിൽ ചേർന്നാലേ അത് ചർച്ചയെന്ന് പറയാൻ പറ്റൂ. കൺഗ്രാറ്റ്സ് മൈ ഫ്രണ്ട്. മനു, ഒരു കാര്യം ഞാൻ പറയാം. അതിഥികളെന്നും പറഞ്ഞ് സ്വന്തക്കാര് ബന്ധുക്കാര് ആരെങ്കിലും ഇതിനകത്ത് കയറ്റിയാണെന്നുണ്ടല്ലോ, ഞാൻ ഈ പുള്ളി കളി അറിയുന്നു. ആ ഒരൊറ്റാളും കേട്ടില്ല, ഞാൻ ചുമ്മാ പോരെ. മനു, മനു, അല്പനേരം നീ ഇവിടെ ഇരിക്ക്. എനിക്ക് ഷൂട്ടിങ്ങിന് പോകണം. ആ പോകാൻ ഇരിക്കേ. അന്ന് നീ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ കല്യാണം നമുക്ക് വേഗം നടത്താം. നിന്റെ ഇഷ്ടത്തിനെതിരായി അമ്മ ഒന്നും പറയില്ല. അന്ന് ഞാൻ തമാശ പറഞ്ഞതാ. അന്ന് ഞാനും ഒരു തമാശ പറഞ്ഞ. ഇപ്പൊ എന്തിനാ അമ്മേ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നത്? ആലോചിക്കാതെ പിന്നെ? വീടായാൽ ഒരു പെണ്ണ് വേണം, അല്ലെങ്കിൽ വീട്ടിനൊരു സ്ത്രീത്വം ഉണ്ടാവില്ല. എന്റെ അമ്മയ്ക്കുള്ളതിൽ കൂടുതൽ ശ്രീത്വം വേറെ ആർക്കുമില്ല. ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്താടാ ചെയ്തിട്ടുള്ളത്? മുറുക്കാൻ ചെല്ലാൻ കയ്യിലെടുത്തവൻ കൂടി 5 മിനിറ്റ് കഴിയുമ്പോൾ 10 വട്ടം പറയെടുക്കും. അമ്മ എന്നെ 300 ദിവസം വയറ്റി ചുമന്നല്ലേ. അത് പെണ്ണായി ജനിച്ച ആരും ചെയ്യുന്ന കാര്യമില്ലേ. നീ സിനിമയിൽ പറഞ്ഞ വാചകങ്ങളെല്ലാം പറഞ്ഞ് അമ്മയെ കബളിപ്പിക്കാൻ നോക്കണ്ട. എന്താ നിന്റെ ഉദ്ദേശം? അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റണം, അതാണ് എന്റെ ഉദ്ദേശം. പിന്നെ വേറൊരു കാര്യം കൂടി. എന്താ മോനെ? ഇന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് പാല് കുടിക്കണം. നിനക്ക് കുടിക്കാനല്ലേ പാല് വെച്ചിരിക്കുന്നത്? എടുത്ത് കുടിച്ചു. അത് പറ്റില്ല, അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ കുടിക്കണം. ദാ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. മോനെ, ഞാൻ വേറെ പാല് കൊണ്ടുവരാം. വേണ്ട അമ്മേ, ഷൂട്ടിംഗ് സമയം. ഞാൻ പോട്ടെ.